ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കാം. പുട്ടും ചെറുപയർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ട് ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ചിരട്ടപ്പുട്ട് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് പുട്ടുപൊടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നന്നായി കുഴച്ച ശേഷം അതിങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി പുട്ടുണ്ടാക്കാനായിട്ട് പാത്രം എടുത്തു. അതിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലും കുറച്ച് തേങ്ങ ഇട്ടിട്ട് കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ആവി കയറ്റാനായിട്ട് വെക്കുന്നത്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അതിലേക്ക് നല്ലോണം ആവി വന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഞാനിവിടെ 3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പുട്ടിനുള്ള കറി തയ്യാറാക്കാം. അതിനായിട്ട് ചെറുപയറും പയറും തലേദിവസം വെള്ളത്തിലിട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 4 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, സവാള എന്നിവ ഇട്ടിട്ട് 3 വിസിൽ വരുന്ന വരെ നമുക്ക് വിസിലടുപ്പിക്കാം. ഇനി കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറിൽ നമുക്കിതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരും. അതിലേക്ക് മല്ലിയിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ പുട്ട് കടല അതാണല്ലോ കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കറിയും കോമ്പിനേഷനുമാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.